നമസ്കാരം. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയായ യുവതിയെ മർദ്ദിച്ച സംഭവത്തിൽ സിഐ പ്രതാപചന്ദ്രനെതിരെ സർക്കാരിന്റെ കർശന നടപടി. നിലവിൽ അരൂർ SHO ആയി സേവനമനുഷ്ഠിക്കുന്ന പ്രതാപചന്ദ്രനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണ മേഖല IG ശ്യാം സുന്ദറാണ് ഉത്തരവിറക്കിയത്. സംഭവത്തിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. 2024 ജൂൺ 20-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. നോർത്ത് പോലീസ് സ്റ്റേഷന് സമീപം റെയിൽവേ സ്റ്റേഷന് എതിർവശത്ത് ബെൻ ടൂറിസ്റ്റ് ഹോമും ഹോട്ടലും നടത്തുന്ന ബെൻജോ ബേബിയുടെ ഭാര്യ ഷൈമോൾക്കാണ് മർദ്ദനമേറ്റത്. എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ കസ്റ്റഡിയിലുണ്ടായിരുന്ന ഭർത്താവിനെ കാണാനെത്തിയതായിരുന്നു ഷൈമോൾ എന്ന യുവതി. സ്റ്റേഷനുള്ളിൽ വെച്ച് അന്നത്തെ SHO ആയിരുന്ന പ്രതാപചന്ദ്രൻ യുവതിയെ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്നലെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. കോടതി ഉത്തരവിലൂടെയാണ് പരാതിക്കാരിക്ക് ഈ ദൃശ്യങ്ങൾ കിട്ടിയത്. പ്രതാപചന്ദ്രന്റെ വിശദീകരണം ഇങ്ങനെയാണ്. മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഉദ്യോഗസ്ഥൻ തന്റെ ഭാഗം വിശദീകരിച്ചായിരുന്നു രംഗത്തെത്തിയത്. യുവതിയുടെ ഭർത്താവ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് അദ്ദേഹം പറയുന്നു. മോഷണ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് കേസെടുത്തത്. ഭർത്താവിനെ തിരക്കി കുഞ്ഞുങ്ങളുമായി സ്റ്റേഷനിൽ എത്തിയ യുവതി വനിതാ പോലീസുകാരെ ഉൾപ്പെടെ തള്ളിമാറ്റി. തുടർന്ന് കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇത് ചെറുക്കുന്നതിനിടെ തന്റെ നെഞ്ചിൽ തള്ളി. പിന്നാലെയുള്ള കാഴ്ചകളാണ് വീഡിയോയിൽ ഉള്ളതെന്നും ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വനിതാ പോലീസിനെ ഉപയോഗിച്ച് സ്ഥലത്തുനിന്നും കുഞ്ഞുങ്ങളെ തങ്ങൾ രക്ഷിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ച് വിലപേശാനാണ് യുവതി തുനിഞ്ഞതെന്നും SHO പ്രതാപചന്ദ്രൻ ആരോപിച്ചു. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ ജനരോക്ഷമാണ് ഉയർന്നത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തി. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ DGPക്ക് അടിയന്തര നിർദ്ദേശം നൽകി. തുടർന്നാണ് മണിക്കൂറുകൾക്കുള്ളിൽ സസ്പെൻഷൻ നടപടിയുണ്ടായത്. പ്രതാപചന്ദ്രനെതിരെയുള്ള വകുപ്പ് തല അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളും ഉദ്യോഗസ്ഥന്റെ വിശദീകരണവും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനുശേഷമാണ് ഇനിയുള്ള തീരുമാനം കൈക്കൊള്ളുക. എന്തായാലും സസ്പെൻഷനാണ് ഇന്നലെ പ്രതാപചന്ദ്രന് നൽകിയത്. ദൃശ്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അതിനുശേഷമാണ് എത്രത്തോളം ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് അപ്പോൾ ആ ഒരു സ്ഥലത്ത് നടന്നത് എന്ന് ബോധ്യമായത്. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത്. എന്തായാലും ഇനി ഈ ഒരു കാര്യത്തിൽ അന്വേഷണം തുടരുക തന്നെ ചെയ്യും. ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇന്നലെ മാധ്യമങ്ങളിലൂടെയാണ് പുറത്തു വന്നത്. കോടതി ഉത്തരവിലൂടെയാണ് പരാതിക്കാരിക്ക് ഈ ഒരു ദൃശ്യം കിട്ടിയത്.